FC വെർഷൻ 1. അതായത് ഈ വണ്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട്. യമഹ 2008 FC16 ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ FC തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴേക്കും അതിന് തന്നെ അത്യാവശ്യം കുറച്ച് പൈസ ആവും. അപ്പോൾ ഹാൻഡിൽ മാറ്റാനും പ്ലാനുണ്ട്. അത്യാവശ്യം പണികളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് കുറച്ചാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആകാനാണ് എൻ്റെ ഒരു പ്ലാൻ വന്നേക്കണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വ്ളോഗാണ്. ഞാനൊരു FC16 സെക്കൻഡ് ഹാൻഡ് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടി തന്നെ എടുത്തു, പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി എടുത്തിട്ട് എന്തൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയണത്. പിന്നെ ഈ വീഡിയോയ്ക്ക് എത്രത്തോളം വ്യൂസ് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ മേല. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണ ഒരു 80% ആൾക്കാർ യൂസർ ബൈക്സിൻ്റെ വീഡിയോസ് കാണാനാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോക്ക് വ്യൂസ് കിട്ടിയില്ലെങ്കിലും പയ്യെ FC ഫാൻസിലോട്ട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ FCയുടെ വെർഷൻ 1, വെർഷൻ 2 അതുപോലെ തന്നെ വെർഷൻ 3 വരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും FC വെർഷൻ 1 അതായത് ഈ വണ്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് ഫാൻസ് പേജും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കിൽ വഴിയെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടി എടുത്തു, പിന്നെ അതുപോലെ വണ്ടിയിലുള്ള പണികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അടുത്ത് പറയാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്തുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബഡ്ജറ്റാണ്. ഞാൻ ഏകദേശം ഒരു 25,000 to 38,000 ഇടയിലുള്ള വണ്ടികളൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ റേറ്റ് ഞാൻ എത്ര രൂപ എടുത്തെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ ലുക്കാണ്. ഇപ്പോൾ യമഹ 2008 FC16 ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ അന്നത്തെ കാലത്തുള്ള ബൈക്സിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് യമഹ അന്ന് FCക്ക് കൊടുത്തത്. പിന്നെ ബാക്കിൽ ഇത്രയും വലിയ ടയറൊക്കെ അന്ന് യമഹയാണ് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 150cc സെഗ്മെൻറ്റ് തന്നെ. പിന്നെ അതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ടാങ്കിൻ്റെ ഡിസൈനും പിന്നെ അതുപോലെ ടാങ്കിൻ്റെ ഈ വലിപ്പമൊക്കെ നോക്കുമ്പോഴേക്കും നമ്മളെന്തൊരു വലിയ വണ്ടി എടുക്കുന്ന ഫീലും കാര്യങ്ങളൊക്കെയാണ് വന്നത്. പിന്നെ അതുപോലെ നമ്മൾ പുറത്ത് നിന്ന് വണ്ടി നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഒതുങ്ങി നല്ലൊരു ചെറിയൊരു വണ്ടിയായിട്ടാണ് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഫീൽ ചെയ്യണത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ വേറെയും കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പൾസർ 220, പിന്നെ അതുപോലെ തന്നെ RTR 180, പിന്നെ ജിക്സർ, അതൊക്കെ അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ ഈ വണ്ടിയുടെ പ്രത്യേക ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ FC തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായത്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഈ വണ്ടിയിൽ ഇനി എന്തൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴേക്കും ഫുൾ കണ്ടീഷനായിട്ടുള്ളൊരു വണ്ടി കിട്ടാനൊക്കെ അത്യാവശ്യം നല്ല പാടാണ്. അപ്പോൾ ഏതൊരു വണ്ടി എടുക്കാനാണെങ്കിലും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടിക്കും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതപ്പോൾ എന്നാന്നൊക്കെ ഞാൻ ജസ്റ്റ് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരാം. നമ്മളൊരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടിയിൽ എന്തൊക്കെ പണികളാണ് ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ ക്ലച്ച് പിടിക്കുമ്പോഴുള്ള ഈ ടൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ ടൈറ്റ്. ഇപ്പോൾ ക്ലച്ച് നമ്മൾ കേബിളും മാറണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിച്ചു കൊടുത്തപ്പോഴേക്കും പറഞ്ഞത് ക്ലച്ച് കേബിളും മാറണം, പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്കും മാറണമെന്നാണ്. അപ്പോൾ അതിന് തന്നെ അത്യാവശ്യം കുറച്ച് പൈസയാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ കുറച്ച് ബെൻഡുണ്ട്, അപ്പോൾ ഹാൻഡിൽ മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഓയിൽ സീല് മാറണം. ഓയിൽ സീല് മാറുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഫോർക്ക് ഓയിലും മാറണം. പിന്നെ ഹാൻഡിൽ ചെറിയൊരു ബെൻഡുണ്ട്, അപ്പോൾ ഹാൻഡിൽ മാറ്റാനും പ്ലാനുണ്ട്. പിന്നെ 2 മിററും കൂടി വെക്കണം. മിറർ ഇപ്പോൾ സ്റ്റോക്ക് മിറർ അവൻ തന്നതായിരുന്നു എനിക്ക് ഇതിൻ്റെ ഓണർ. പക്ഷേ ഞാനിത് NS200 മിറർ വെക്കാനായിട്ടാണ് ഇപ്പോൾ ഊരി വെച്ചേക്കണത്. അപ്പോൾ NS200 മിററൊക്കെ ഉടൻ തന്നെ കയറ്റുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ബാക്കിൽ ഗ്രാബ് റെയിലില്ല, ഗ്രാബ് റെയിൽ എക്സ്ട്രാ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഗ്രാബ് റെയിൽ ഞാൻ ഡിസ്കവറിൻ്റെ കാര്യമാണ് പ്ലാൻ ചെയ്തേക്കണത്. പിന്നെ നമ്മൾ ബാക്കിൽ ഇൻഡിക്കേറ്റർ 2 ഇല്ല, അപ്പോൾ ബാക്കിൽ ഇൻഡിക്കേറ്ററും വെക്കണം. പിന്നെ ഇൻഡിക്കേറ്റർ ഡ്യൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്റർ വെക്കാനൊക്കെ പ്ലാനുണ്ട്. അപ്പോൾ ഫണ്ടൊക്കെ സെറ്റ് ആകുമ്പോഴേക്കും അത് ചെയ്യാം. പിന്നെ വണ്ടിയുടെ അടുത്തൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ കോൺസെപ്റ്റും കൂടി ജസ്റ്റ് നമുക്കൊന്ന് മാറേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് കുറച്ചാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. അപ്പോൾ വണ്ടി എടുത്ത റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അത് വണ്ടിയുടെ ഞാനെടുത്ത പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ FCയുടെ ഒരുപാട് വീഡിയോസൊക്കെ ഇനി വരാൻ കിടക്കണേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ മൈലേജ് ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ FCക്ക് വേണ്ടി തന്നെ ഞാനൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ FC ഫാൻസിലായിട്ട് എത്തിക്കാൻ വേണ്ടി ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം.
അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയിൽ മെയിനായിട്ട് പണികളുള്ളതെന്ന് വെച്ചാൽ. പിന്നെ എനിക്ക് വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ തന്നെ ഈ കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒരു 20 രൂപയുടെ ഒരു പെട്രോൾ ഫിൽറ്ററും കിട്ടും. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് മേടിച്ച് വെക്കണം. പിന്നെ നിങ്ങൾ ഈ ടാങ്കിലോട്ട് നോക്കുമ്പോഴേക്കും ഇവിടെയൊക്കെ കുറച്ച് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടൊക്കെ കാണാം. അപ്പോൾ ഇതിന് റീപെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ടാങ്ക് ഫുൾ അടിച്ചിട്ട് പേപ്പറൊക്കെ പിടിച്ച് വേറൊരു ഗ്ലോസി ബ്ലാക്കൊക്കെ വെക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ പയ്യെ ചെയ്യണതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും അലോയിൽ കുറച്ച് ഓറഞ്ച് പെയിൻ്റൊക്കെ നേരത്തെ തോണർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എനിക്ക് മാറ്റാനൊരു പ്ലാനുണ്ട്. ഫുൾ ബ്ലാക്ക് ആക്കാനാണ് എൻ്റെ പ്ലാൻ വന്നേക്കണത്. പിന്നെ അതുപോലെ ഇവിടെ ഓറഞ്ച് പെയിൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴേക്കും ഫ്രണ്ടിലെ അലോയിൽ ഈ സൈഡിലായിട്ടും കുറച്ച് ഓറഞ്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് മാറ്റാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ആദ്യം പറഞ്ഞ പണികളൊക്കെയാണ് തീർക്കണം. ഇതൊക്കെ ഞാൻ പയ്യെ തീർക്കാനാണ് പരിപാടി. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ കൊടുക്കാൻ പ്ലാനുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറ സൈഡിലോട്ട് വരുമ്പോഴേക്കും ഈ സൈലൻസർ എനിക്ക് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കാൻ പ്ലാനുണ്ട്. പിന്നെ ഇവരായിട്ട് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് ആക്കിയാണെങ്കിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഫുൾ ബ്ലാക്ക് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ വന്നേക്കണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയിൽ ഞാൻ എന്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എഫ്സിയുടെ പ്ലേലിസ്റ്റ് നോക്കി ആ വീഡിയോ എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ ചെയ്യാൻ പോകണതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇവിടുന്ന് പോയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടിട്ട് ഇനി ഈ വണ്ടിയിൽ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം FC ഫാൻസിന് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. തിരിച്ചു പോയല്ലേ. ജസ്റ്റ് ഒരു വ്ളോഗാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു FC16 ഇതൊക്കെ സർവ്വസാധാരണം വീഡിയോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഇത് വന്നുപോയി. ഒന്നുകൂടി പറയാം. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ലുക്കാണ്. പിന്നെ ബാക്കിൽ ഇത്ര വലിയ ടയറൊക്കെ അന്നത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയായിരുന്നു. വൈസർ മറ്റേ FC-യുടെ നിങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് പറയാം. ആദ്യം തന്നെ നമുക്ക് വണ്ടി കയറി. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. ഗുഡ് ബൈ.